ഈ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ഒരുപാട് പേര് കേട്ടോ. ഇന്ന് രാവിലെയും ഇപ്പോൾ ഉച്ചയ്ക്കും എല്ലാം ശുഭേ ഞങ്ങൾ അവിടെ വീട്ടിലില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ ഒരുപാട് ആൾക്കാർ എവിടെയൊക്കെയോ ഇരുന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് ജനങ്ങൾ എനിക്ക് ഒരുപാട് വിഷസ് അറിയിച്ചു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലായിരുന്നു കണ്ടില്ല കേട്ടില്ല പറഞ്ഞ് ഇന്നലെ അറിയിക്കാതിരുന്നവർക്കൊക്കെ ഇന്ന് ഒരുപാട് പേര് ഇന്ന് ഉച്ചവരെ ഇപ്പോൾ ഈ സമയത്ത് പോലും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ എന്ത് വേണം അല്ലേ? ഒരു ഭയങ്കര എനിക്ക് യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും ജനങ്ങളുടെ ഒരു ആശംസ നമുക്ക് കിട്ടുന്നതല്ലേ. അപ്പം ഒരുപാട് സന്തോഷം. അത് ആദ്യമേ അറിയിക്കട്ടെ കേട്ടോ. പിന്നെ എനിക്ക് ഇനിയിപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഓയിലിൻ്റെ കാര്യമാണേലും നിങ്ങൾക്കിടുന്ന വീഡിയോസിൻ്റെ കാര്യമാണേലും ഒക്കെ എനിക്ക് ഒരുപാട് നല്ല ഞാൻ ഇപ്പോൾ ഇത്രയും നാളും ഇട്ടതിലും ഒരുപാട് നല്ല കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമമാണ് എൻ്റെ കേട്ടോ. കാരണം നിങ്ങൾ ഒരുപാട് ജനങ്ങൾ എൻ്റെ കൂടെയുണ്ട്. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് ഇന്നലെ എനിക്ക് 91.61 കുറേ ദിവസമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. എന്നൊക്കെ യൂട്യൂബിൻ്റെ ഇതായിരിക്കും, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നലെ എന്നെ ബർത്ത്ഡേ ആയിട്ട് ഒരുപാട് ജനങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാത്തിനും. നിങ്ങളുടെ കമൻറ്റും നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രൈബും നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഒക്കെയാണ് എനിക്ക് ഒരു പ്രചോദനവും സന്തോഷവും കേട്ടോ. വീഡിയോ ചെയ്യാനാണെങ്കിലും ഒക്കെ എനിക്ക് ഒന്നുകൂടെ ഇത്രയും ബിഗ് ഫാമിലി എല്ലാവരും വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും നമ്മുടെ ഇൻസ്റ്റയിൽ എനിക്ക് ഇൻസ്റ്റയിലൊന്നും ഒരുപാട് ഞാൻ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നതാണ്. വീഡിയോ അല്ല, എന്തെങ്കിലും ഫോട്ടോയോ എന്തെങ്കിലും ഓയിലിൻ്റെ കാര്യമോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഇന്നലെ 1.4K ഇൻസ്റ്റയിൽ പിന്നെ അതൊക്കെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. എല്ലാവരോടും ഒരുപാട് സന്തോഷം. പിന്നെ ഇന്നലെ ഞാൻ രാവിലെ പോവാൻ നേരം, അതായത് ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഇന്നലെ മഴയൊക്കെ അല്ലായിരുന്നു. ഇന്ന് ഉച്ചവരെ ഇവിടെ മഴയായിരുന്നു. ഇപ്പം നല്ല കാലാവസ്ഥ, നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണെഴുതാനായിട്ട് ഒരു സാധനം എടുത്തു. ഇത് മാക്കിൻ്റെയാണ് കേട്ടോ. ഇത് മാക്കിൻ്റെ കമ്പനി എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ബ്രൈഡൽ മേക്കപ്പിനൊക്കെ മാക്കിൻ്റെ ഫൗണ്ടേഷനൊക്കെ സൂപ്പർ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ ഇതേണ്ട ഈ ഒരു നല്ല ഇത് കണ്ടോ, ഒരുപാട് നമുക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇങ്ങനെ നമ്മൾ തിരിച്ചെടുത്തിട്ടാണല്ലോ നമ്മൾ കണ്ണെഴുതുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഒരു എല്ലാ കാജലിനെക്കാട്ടിലും കുറച്ചുകൂടെയൊക്കെ ഒരു കട്ടിയും വലുപ്പവും ഒക്കെ എനിക്ക് ഇതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇത് മോള് വാങ്ങിച്ചതാണോ അതോ ഞാനത് കറക്റ്റ് ഓർക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഇരുന്നാണോ ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് കാജലുണ്ടല്ലോ. നമുക്ക് പാർലർ ബ്രൈഡൽ ഒരുക്കം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ കാര്യവും യൂട്യൂബിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്രദ്ധ മൊത്തം ഇതിലേക്ക് തിരിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ബ്യൂട്ടി പാർലർ അങ്ങ് പതുക്കെ അന്നങ്ങ് നിർത്തിയത്. അപ്പോൾ പാർലർ നിർത്തിയപ്പോൾ ഇതുപോലുള്ള എല്ലാം ഒന്ന് തപ്പിപ്പിടിച്ച്, പിന്നെ ഞാൻ എല്ലാം വാങ്ങിക്കപ്പോഴും എപ്പോഴും ഞാൻ ഡേറ്റ് നോക്കിയാൽ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഒക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് എടുത്തുമൊക്കെ വെക്കണം. അപ്പോൾ മാക്കിൻ്റെ ഇത് നല്ല ഒരു കാജലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും എനിക്ക് വാട്സപ്പിൽ ബർത്ത്ഡേ പറഞ്ഞ കൂടെ ശുഭേ മോയ്സ്ചറൈസറിൻ്റെ കാര്യവും ചോദിച്ചിട്ടുണ്ട്. കൊക്കോ ബട്ടറിൻ്റെ ആണോ അതോ വേറെന്തോ ചോദിച്ചിട്ടുണ്ട്. അതാണോ ശുഭയുടെ കയ്യിലിരിക്കുന്നത്, ശുഭ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഇവരൊക്കെ ഒത്തിരി പേര് വാട്സപ്പ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അടി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വാട്സപ്പിൽ വന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്നലെ ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ചതിൻ്റെ കൂടെ എല്ലാവരും ഇങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. സാരമില്ല, പോട്ടെ, ഇന്നലത്തെ ഒരു ദിവസമല്ലായിരുന്നു. ഇനി എല്ലാവരും യൂട്യൂബിൻ്റെ അടി വന്ന് കമൻ്റ് ഇടാവൂ. യൂട്യൂബിൻ്റെ അടി വന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ തരും. അതുകൊണ്ട് യൂട്യൂബിൻ്റെ അടി വന്ന് ഇനി അഥവാ അതിനകത്ത് റിപ്ലൈ തരാൻ പറ്റിയില്ല, ഞാനിങ്ങനെ വീഡിയോയിൽ ആണെങ്കിലും വന്ന് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ ആൻസർ തരുന്നതായിരിക്കും. ഇതപ്പം മാക്കിൻ്റെയാണ്, നല്ലൊരു കാജലാണ്. നമ്മൾ കണ്ണെഴുതിയ നമുക്ക് നന്നായിട്ട് നമുക്ക് കണ്ണിനകത്ത് നിൽക്കും, കണ്ണിന് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ മാക്കിൻ്റെ ഇവിടെ ടാഗ് ചെയ്തേക്കാം. അതുപോലെ മോയ്സ്ചറൈസർ ചോദിച്ചിട്ടുണ്ട്. ആ മോയ്സ്ചറൈസർ ഞാൻ എത്ര പ്രാവശ്യം ടാഗ് ചെയ്തിട്ടുള്ളതാ അല്ലേ. കൊക്കോ ബട്ടറിൻ്റെ ആണ് എൻ്റെ മോയ്സ്ചറൈസർ. പിന്നെ മറ്റേ അത് ഞാൻ യൂസ് ചെയ്യും, മറ്റേ ഞാൻ കാണിച്ചല്ലോ. അപ്പം അത് രണ്ടുമാണ് എൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. അപ്പോൾ
അത് രണ്ടും ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ ഇത്രയും ജനങ്ങൾ സ്നേഹിക്കാനും ഇത്രയും ജനങ്ങൾ എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം പറഞ്ഞ ഇത്രയും ജനങ്ങളോട് ഞാൻ ഇനിയിപ്പോൾ എന്നും ഓരോ എൻ്റെ ഓയിലിൻ്റെ കാര്യമായാലും ഞാൻ പറയുന്ന പായ്ക്കുകളാണേലും നിങ്ങൾക്ക് അത് നിങ്ങൾ ഇന്നലത്തെ പായ്ക്ക് ആരെങ്കിലും ഇട്ട് നോക്കിയോ? ഇരട്ടി മധുരം ഇട്ട് നോക്കിയായിരുന്നോ? നോക്കിയിട്ട് റിസൾട്ട് പറയണം. അതും യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് തന്നെ റിസൾട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓയിലിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവരും വീണ്ടും 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 ഓർഡർ ചെയ്യുന്നുണ്ട്. എത്ര പേരുണ്ട് യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നത്, ശുഭ ഇങ്ങനെ ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ ഗുണമുണ്ടായി, ഇങ്ങനെ മാറ്റമുണ്ട്, കരിമങ്കല്യം മാറി, കറുത്തപ്പാട് മാറി. എത്ര പേരുണ്ട് യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് എല്ലാവരും കമൻറ്റ് ഇടണം, ഇട്ടേ പറ്റൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു മൂടൽ പോലെ ഉണ്ടോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അവിടുന്ന് ഭയങ്കര വെയിലടിക്കുന്നതുകൊണ്ട് ഇവിടെ എനിക്ക് വീഡിയോയ്ക്കകത്തൊരു മൂടൽ പോലെ തോന്നുന്നുണ്ട്. ആ സാരമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അലോവേരയാണ് കേട്ടോ. നമ്മുടെ ഫ്രഷ് അലോവേര ആണെങ്കിൽ നമ്മൾ പറിച്ചെടുത്തിട്ട് കുത്തിച്ചാരി അരമണിക്കൂർ വെച്ച് അതിൻ്റെ മഞ്ഞദ്രാവകം എല്ലാം കളഞ്ഞ് 2 സൈഡും കട്ട് ചെയ്ത് അതിനകത്തെ പൾപ്പെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ച് ബൗളിലേക്ക് ഒഴിച്ചു വെക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ അലോവേര ജെല്ലും ഒരു സ്വല്പം തേന്, അതിനകത്തേക്ക് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ കാര്യമാണ് ഉലുവ. ഇനിയിപ്പം ഞാൻ പറയാൻ പോകുന്നതെല്ലാം കർക്കിടക മാസം വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ട സമയമാണ്, നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കേണ്ട സമയമാണ്, എണ്ണ തേച്ച് കുളിയുടെയൊക്കെ സമയമാണ്. ഇപ്പോൾ നടുവിന് വേദനയും കാലുകഴപ്പും അങ്ങനെയൊക്കെ വരത്തില്ലേ നമുക്ക് ചിലപ്പോഴൊക്കെ. അപ്പോൾ ധാന്വന്തരം, പിണ്ണതൈലം ഇതൊക്കെ തേക്കേണ്ട സമയമാണ്. ഇനി ഈ ഒരു മാസം രാമായണം വായിക്കുന്നതിനോടൊപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ശരീരത്തെയും കൂടെ നോക്കണം കേട്ടോ. നമുക്ക് ഞാൻ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇനി മുന്നോട്ട് ചെയ്യാം, എന്നും അങ്ങനെയൊക്കെയുള്ള വീഡിയോ ചെയ്യാവേ. അപ്പോൾ ഞാൻ എന്തായാലും കർക്കിടകം മുതൽ എൻ്റെ എന്താ പറയുക, നമ്മൾ ഓരോ വർഷവും നമുക്ക് കഴിയും തോറും നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ എല്ലിനും നമ്മുടെ അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തെ നമ്മൾ നോക്കാനും ശരീരത്തെ ഇച്ചിരിയൊക്കെ സംരക്ഷണം കൊടുക്കാനും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കർക്കിടക മാസമാണ് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ഫലിക്കുന്ന ഒരു മാസം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നേച്ച്, ശുഭയെ ഞങ്ങൾ വെളുപ്പിനെ ചൂടുവെള്ളത്തിൽ കുളിക്കും, ഇങ്ങനെ ധാന്യോന്തരമൊക്കെ തേക്കും, ഇങ്ങനെയാന്നൊക്കെ ഒത്തിരി പേര് എനിക്ക് ഒത്തിരി അറിവുകൾ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പായ്ക്കെന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ട ഇച്ചിരി ഉലുവാപ്പൊടിയാണ്. ഉലുവാക്കഞ്ഞിയൊക്കെ കുടിക്കേണ്ട സമയം വരുവാ കേട്ടോ. ഉലുവാക്കഞ്ഞി, പിന്നെ അതുപോലെ നമുക്ക് കർക്കിടകക്കഞ്ഞി ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ മുഴുവൻ ദിവസമൊന്നും കുടിച്ചില്ല. അതാണ് നമുക്ക് വായിക്കാത്തതുകൊണ്ട് ഇട്ടാലല്ലേ വയറ്റ് ചെല്ലുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. ഇപ്പോൾ ഒന്നിനോടും ഒരു രുചി. നമ്മൾ എന്താ പറയുന്നത്, ഇന്നലെയാണ് ചെറുപയർ ഞാൻ വൈകിട്ട് ഇച്ചിരി തോരൻ വെച്ചിട്ടേ എനിക്കത് കഴിക്കാൻ പറ്റില്ല. എന്തൊക്കെയോ ഒരു എന്താണോ അരമുറി തേങ്ങ ഒക്കെ അരച്ച് തോരൻ പോലെ ഒതുക്കി ഞാനൊന്ന് വെച്ചതാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയത്തില്ല, അത് രാവിലെ എടുത്ത് കളഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നു. കാരണം നല്ല പയർ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, അല്ലാതെ സപ്ലൈകോയിൽ നിന്നൊക്കെ ചിലപ്പം കിട്ടുമ്പോൾ പണ്ടല്ല ഇപ്പം വാങ്ങിച്ചാലും കണക്ക് തന്നെയാണ്. സപ്ലൈകോയിൽ നിന്ന് വാങ്ങിക്കുന്നതെല്ലാം ഒരു അത്ര ടേസ്റ്റൊന്നുമില്ല. നമുക്ക് കുറച്ചെടുക്കുകയും ഇച്ചിരി നല്ല വില കൊടുത്ത് വാങ്ങിച്ചാൽ അതിൻ്റെ സപ്ലൈകോയിൽ നിന്നൊക്കെ എടുക്കുന്നതിന് 4 എടുത്താലും മതി, നന്നായിട്ട് വരുകയും ടേസ്റ്റും കാണും. പക്ഷേ ഇന്നലെ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ എല്ലാം സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സും ശരീരവും, വിശപ്പൊന്നും ഇല്ലായിരുന്നു ഇന്നലെ വൈകിട്ട് കേട്ടോ, എല്ലാവരുടെയും ആ ഒരു സ്നേഹം കൊണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമായി കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് സന്തോഷം വരുമ്പോൾ എൻ്റെ വിശപ്പ് കെട്ടുപോകും, എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയും കേട്ടോ. അപ്പോൾ നമ്മുടെ പായ്ക്കിലോട്ട് പോകാം. എനിക്ക് നിങ്ങളെല്ലാവരും, ഞാനിങ്ങനെ യൂട്യൂബിൽ വന്ന് സംസാരിക്കാനിരിക്കുമ്പം ചില കൃമികളൊക്കെ ഉണ്ട്, ഇങ്ങനെ സംസാരിക്കുന്നൊന്നും ഇഷ്ടമില്ല, ഇങ്ങനെ എന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത കുറേ കൃമികളൊക്കെ കാണും നമ്മുടെ ഇതിനകത്തില്ലേ. അപ്പോൾ രേഖാ സീവിയോ അതുപോലൊക്കെ കുറേ എണ്ണമൊക്കെ കാണുമല്ലോ ഇതിനകത്ത്. രേഖാ സീവിക്ക് അത്രയും ഉള്ളിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടാണ് അമർഷം വന്നാണ് കമൻ്റ് ഇട്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കീടങ്ങളും കൃമികളൊക്കെ ഇതിനകത്ത് കാണും. എന്നാലും അതിലൊക്കെ ഇത്രയും സ്നേഹമുള്ള ജനങ്ങൾ, ഇത്രയും നമ്മുടെ ബിഗ് ഫാമിലിയാണല്ലേ. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് 91.7K ആയിട്ടുണ്ട്. അപ്പോൾ
90 വരെ ആയത്, 90 ഇനിയിപ്പം മുന്നോട്ട് പെട്ടെന്നാകും എന്നൊരു വിശ്വാസം എനിക്ക് കേട്ടോ. പ്ലേ ബട്ടൺ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എല്ലാവരോടും പറഞ്ഞത് ശുഭ നായർ ബ്ലോഗിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കാത്ത? എന്നിട്ട് ഒരു പ്ലേ ബട്ടൺ കിട്ടട്ടെ നമുക്ക്, ഇല്ലേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്രയും നല്ല ഓയിൽ തേച്ചിട്ട് പോലും പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എനിക്കറിയാം എൻ്റെ ഓയിൽ കൊണ്ടുപോകുന്ന ജനങ്ങളെ, എൻ്റെ വീട്ടിലുള്ളവർക്കറിയാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനറിയാം, എൻ്റെ മക്കൾക്കറിയാം എന്തോരം ഓയിൽ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടെന്ന്. നിങ്ങൾ എത്ര പേരുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്? കഷ്ടവാ, ദോഷം കിട്ടും നിങ്ങൾക്ക്. അത്ര ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കൊരു സബ്സ്ക്രൈബ് താ, എൻ്റെ ഇത് ഒരു പ്ലേ ബട്ടൺ ഒന്ന് കിട്ടിക്കോട്ടെ കേട്ടോ. ഞങ്ങൾ എപ്പോഴും വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഇത്രയും, പിന്നെ നമ്മുടെ DTDCയിലെ പയ്യനും അറിയാം എന്തോരം ഓയിൽ പോകുന്നുണ്ടെന്ന്. ഈ വാങ്ങിച്ചവർ തന്നെ വീണ്ടും ഇപ്പം കർക്കിടക മാസം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, കുഞ്ഞിക്കുട്ടികളെ തേപ്പിക്കാനായിട്ട് ഞാൻ പ്രത്യേകമായും ബേബി സ്കിൻ വൈറ്റനിങ് ഓയിൽ തയ്യാറാക്കിയിട്ടുണ്ട് കൂട്ടുകാരെ. നിങ്ങളെല്ലാവരും ഇപ്പോഴും എൻ്റെ കരിമംഗല്യ ഓയിലാണ് കുഞ്ഞു കുട്ടികളെ തേപ്പിച്ചാൽ നല്ലതാണെന്നും പറഞ്ഞ് വാങ്ങിക്കുന്നത്. കാരണം അറിയാൻ ഇത് വീഡിയോ കാണാത്തവരും ഷോർട്സ് കാണാത്തവരും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുക, ബേബി സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ അവർ അത് മതിയെന്നും പറഞ്ഞ് വാങ്ങിക്കും. എന്നാലും അത് കുഞ്ഞുങ്ങളെ തേപ്പിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ തേപ്പിക്കാനായിട്ടും കൂടെ പറ്റുന്ന ഒരു ഓയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ന്യൂബോൺ ബേബീസ് മുതൽ 85 വയസ്സായവർ വരെ നമ്മുടെ ഓയിൽ തേക്കുന്നുണ്ട്. അപ്പോൾ ഉലുവായും കുറച്ച് അലോവേര ജെല്ലും കുറച്ച് തേനും ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തും ഫേസിലും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 15 മിനിറ്റ്, നമുക്ക് വല്ല ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തയ്ക്കുന്നവരാണെങ്കിലും തയ്ക്കാം, എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട് നടക്കാം. അടുക്കള പണിയുള്ളവർക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഇത് ഉലുവ എന്ന് പറയുന്ന കുറച്ച് പതുക്കനെ ഇത് അബ്സോർബ് ആകുള്ളൂ കേട്ടോ. നമ്മുടെ സാധാരണ പായ്ക്കുകൾ ഇടുന്ന പോലെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകത്തില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയട്ടെ. പിന്നെ അലോവേര ജെല്ല് വെളിയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ വൈറ്റ് അലോവേര ജെല്ല് തന്നെ, ഖാദിയുടെ ഒക്കെ നല്ല സൂപ്പർ അലോവേര ജെല്ലാണ് വൈറ്റ്. ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ, പോയി വാങ്ങിച്ചു. അപ്പോൾ ആ പായ്ക്കൊന്ന് ഇട്ട് നോക്കിയിട്ട് നമ്മുടെ ഫേസ് നല്ല തിളങ്ങും കൂട്ടുകാരെ. നിങ്ങൾ ചെയ്ത് നോക്ക്. നിങ്ങൾ എപ്പോഴും ഇപ്പം കുറേ ആൾക്കാർ വാട്സപ്പിൽ വന്ന് ഇന്നലെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചതിൻ്റെ കൂടെ തന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ശുഭയുടെ പഴയ മുഖം ഇപ്പോഴത്തെ മുഖം ഓയിൽ തേച്ചിട്ടാണോ നല്ല സുന്ദരമായിട്ടുണ്ടല്ലോ, നല്ല വെളുത്തിട്ടുണ്ടല്ലോ, ഗ്ലോ ഉണ്ടല്ലോ. കുറച്ച് വെളുക്കുകയും ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓയിലിൻ്റെ ആയിരിക്കും. എന്നും ഞാൻ എൻ്റെ ഓയിൽ തേക്കും, രാവിലെ മാത്രം കേട്ടോ. വൈകുന്നേരം സമയം കിട്ടത്തില്ല, അല്ല വൈകുന്നേരം ഒന്ന് തേച്ച് പിടിപ്പിക്കാമായിരുന്നു. രാവിലെ എന്നും ഞാൻ ഓയിൽ തേച്ചാണ് കുളിക്കുന്നത്. കഴുത്തേലും തേക്കും. എൻ്റെ കഴുത്തിൻ്റെ ഗുണം എൻ്റെ ഓയിൽ തന്നെയാണ്. ഇത്രയും കളറൊന്നും എൻ്റെ കഴുത്തിനില്ലായിരുന്നു. എൻ്റെ 2 സൈഡിലും കറുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്നെ ഒരുപാട് നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിർത്തട്ടെ. ബൈ.